എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി നമുക്ക് വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചേരുവയാണ് കേട്ടോ. അന്നേരം നമ്മൾ വിനാഗിരി വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ, കിച്ചൺ സിങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുക. പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അത് ക്ലിയർ ആവുമല്ലോ. ക്ലിയർ ആയി കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പേപ്പർ, ഇപ്പോൾ ന്യൂസ് പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പർ വെച്ച് കവർ ചെയ്യാം. ഈ സന്ധ്യ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴത്തേനെ പാറ്റ, പല്ലി, ചെറിയ ചെറിയ പ്രാണികളുടെ ഒക്കെ ഭയങ്കര ബഹളമായിരിക്കും കിച്ചണിനകത്ത്, നമ്മളറിയില്ല. അങ്ങനെ അതൊന്നും പുറത്ത് ഇത് സിങ്ക് വഴി വരാതെയും പോവാതെ ഇരിക്കാൻ പഴുതാര വരെയും വരുന്ന സമയങ്ങളുണ്ട് കേട്ടോ നാട്ടിലൊക്കെ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലൊന്ന് ചെയ്തു നോക്ക്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം, ചൂടില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് ഉപ്പിടാത്ത വേണം, ചൂടും കാണരുത് ഉപ്പും കാണരുത്. ഇനി ഇതിലേക്ക് ലേശം വിനാഗിരി, ഒരു സ്പൂണോളം വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മളൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കണം. ആക്കി കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്യുക. നമ്മൾ വീട് മുറ്റത്തുള്ള പച്ചക്കറികളിലൊക്കെ നമ്മൾ ഒരുപാട് വിഷാംശമൊന്നും ഇല്ലാണ്ട് നമുക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ കറിവേപ്പില അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മറ്റ് കെമിക്കൽസോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദൂഷ്യം വരാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് വിനാഗിരിയും കഞ്ഞിവെള്ളം. ഈ ഒരു സൊല്യൂഷൻ മതി നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പച്ചക്കറികളൊക്കെ, പ്രത്യേകിച്ച് കറിവേപ്പില, പച്ചമുളക്, മറ്റ് പച്ചക്കറികളിലൊക്കെ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീടങ്ങളൊക്കെ ചത്തുപോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, മിക്ക ആൾക്കാരും ചെയ്യുന്നതുമാണ്. നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മളിത് സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ. അങ്ങനെ കമത്തി ഒഴിക്കുന്നതിലും ഭേദം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് എളുപ്പം. ഇപ്പോൾ ഈ ഒരു കറിവേപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തൈ നട്ടതാണ്. തൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈ നടുമ്പോൾ മുകളത്തെ ആ ഒരു ഇലഭാഗം നമ്മൾ മൊത്തത്തിൽ തണ്ട് കട്ട് ചെയ്ത്, ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, കട്ട് ചെയ്തിട്ട് വേണം നടാൻ. അന്നേരം ആ ഒരു പുതിയ മുകളങ്ങൾ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 1-2 തവണയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് പുഴു അങ്ങനെ ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാവാൻ ഏറ്റവും നല്ലതാണ്. ഇനി നമ്മൾ നെത്തോലിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ പറയണം കേട്ടോ. അതിൻ്റെ തലയൊക്കെ നമ്മൾ നുള്ളി അതിൻ്റെ വാലും കളഞ്ഞ് വരാൻ കുറേ സമയമെടുക്കും. അതിനിപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെത്തോലി നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനൊരു 5-6 എടുത്തിട്ട് അതിൻ്റെ വാല് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു തല നമുക്ക് നുള്ളിയെടുക്കാം. കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഒരു കുടൽ അതിനകത്തിരിക്കും. അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ മാറ്റാൻ കുറച്ച് പാടും. നമ്മൾ കൈ കൊണ്ട് നുള്ളിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു തല നമുക്ക് നുള്ളിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളും പലരും പല രീതിയിലാണ് നെത്തോലിയൊക്കെ വൃത്തിയാക്കുന്നത്. നെത്തോലി വൃത്തിയാക്കുന്ന പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നെത്തോലി നമ്മൾ എത്ര കഴുകിയാലും അതൊരു ക്ലിയർ ആയിട്ട് വരത്തില്ല. നമ്മൾ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും കഴിയുമ്പോൾ ആ ഒരു വെള്ളം ലാസ്റ്റ് നല്ല തെളിഞ്ഞ് വരണ്ട, ഒരു ക്ലിയർ ആയിട്ട് വന്നാലേ മാത്രമേ നമ്മൾ ആ ഒരു മീൻ കഴുകിയത് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യം വരത്തുള്ളൂ. അതായത് നമ്മൾ ഈ നെത്തോലി എന്ന് പറയുന്ന കാര്യം ഒത്തിരി തവണ കഴുകിയാലും വീണ്ടും ഇതുപോലെ വരും. നമ്മളത് നല്ലപോലെ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ ലേശം വിനാഗിരി ഒഴിച്ചിട്ട്, വിനാഗിരി ഉപ്പും ചേർക്കുന്നവരുണ്ട്, ഉപ്പ് മാത്രമായിട്ട് പുളിനീര് ഒഴിക്കുന്നവരുണ്ട്. പക്ഷെ നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടാനും വേണ്ടി വിനാഗിരി നമ്മൾ ഒഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്നാക്കി 2 സെക്കൻഡിന് ശേഷം കഴുകിയെടുത്ത് നല്ല ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. പിന്നെ ചാള മത്തി പോലുള്ള മീനുകൾ, പ്രത്യേകിച്ച് ചാള എന്ന് പറയുമ്പോൾ ഈ സൈസ് വരുന്ന നല്ല നെയ്ച്ചാളയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷേ അതിൻ്റെ ഒരു ഇളുമ്പ് മണം ഉണ്ടല്ലോ, വീട് മൊത്തവും നിൽക്കും. നമ്മളിപ്പം പ്രത്യേകിച്ച് മീനൊക്കെ വെളിയിൽ പോയി കഴിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നാലും മീൻ വറക്കുമ്പോഴൊക്കെ ഒരു സ്മെല്ല് വരാതിരിക്കാനും വേണ്ടി ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയാൽ നമ്മുടെ കയ്യിലും മണം വരില്ല. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുമ്പോഴും ആ ഒരു സ്മെല്ലൊന്നും വലുതായിട്ട് വരില്ല. വീടിനകത്തൊന്നും ഒരു സ്മെല്ല് വരാതിരിക്കാനും വേണ്ടി ഇതുപോലെ ചെയ്താൽ മതി. നെത്തോലിയൊക്കെ കണ്ടില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റായി കിട്ടി. ഇതുപോലെ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെയൊക്കെ തോല്, നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം തോല് മിക്ക ആൾക്കാരും കളയാറാണ് പതിവുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വെറും 3 തോലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറേയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അന്നന്ന് ഉള്ളത് ഫ്രിഡ്ജിനകത്താക്കി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി.
അന്നേരം നമുക്ക് അതെടുത്തിട്ട് അച്ചാറൊക്കെ ഇടാം കേട്ടോ. അച്ചാറിടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പിന് നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കല്ലുപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അതിനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു തോല് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇത് വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കുറേ ദിവസത്തിന് കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അന്നേരം നമ്മളിതിനെ നല്ലപോലെ ഒന്ന് വേവിച്ച് എടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കിട്ടണം കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചിട്ട് ഇതിനെ നമ്മൾ അരിച്ചെടുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇരുമ്പുളിയിൽ ചെയ്യാം, അതുപോലെ തന്നെ നാരങ്ങയുടെ തോലിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ആ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ മെയിൻ താരമായിട്ടുള്ള വിനാഗിരിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലപോലെ ഇതായി വരും. ഇനിയിപ്പോൾ എത്ര കരി പിടിച്ച ബാത്റൂം ആകട്ടെ, ടൈൽസ് ആവട്ടെ, ക്ലോസറ്റിലാണെങ്കിലും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനൊക്കെ പറ്റിയ നല്ലൊരു കിഡിലൻ ലിക്വിഡാണ് കേട്ടോ. ഇതിപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു പതയ്ക്ക് വേണ്ടി പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ നമ്മൾ ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മതി, നമ്മുടെ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു ബോട്ടിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി. നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമ്മൾ നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ്, എന്നാലും നമ്മൾ ചെറിയൊരു ബോട്ടിലിനകത്താക്കിയിട്ട് ഒരുപാട് തയ്യാറാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിപ്പോൾ എത്ര കഠിനമായിട്ടുള്ള അഴുക്ക് പുരണ്ട പാത്രമായിക്കോട്ടെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അന്നേരം വിനാഗിരി കൊണ്ടുള്ള അടിപൊളി ഒരു ടിപ്പല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ചിട്ട് മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ സാധാരണ അതിനൊരു കറക്റ്റ് രീതിയിൽ കിട്ടാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ലേശം വിനാഗിരി കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, കുറച്ച് മാത്രം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ ആ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിങ്ങനെ തോലെടുക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ അത് കറക്റ്റായിട്ട് കിട്ടാറില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തോടിൽ തന്നെ മുട്ട ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാറില്ലേ. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് വെച്ചിട്ട് ഉലുവ നമുക്ക് സർവ്വസാധാരണമായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാർക്കലിയുടെ എണ്ണയാണ്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ എന്തുകൊണ്ടാണ് അനാർക്കലി നിങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഇപ്പോൾ ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു അനാർക്കലി നിങ്ങളിലോട്ട് എത്തിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തിട്ടുള്ള കാര്യമാണ് ദന്തപാല, ബ്രഹ്മി, അതിൻ്റെ കൂട്ടത്തിൽ വെള്ളച്ചന്ദനം, അങ്ങനെ ഒരുപാട് നമ്മുടെ പനിക്കുറുക്ക ഞവരയില ഒന്നാണല്ലോ, തുളസി, അങ്ങനെ ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തിട്ട് ചൊറിയാക്കുന്ന നമ്മുടെ നല്ലൊരു കിടില റിസൾട്ട് കിട്ടുന്നതാണ്. അകാലനര വരാതിരിക്കാനും നരച്ച മുടിയെ കറുപ്പിക്കാനും അതുപോലെ തന്നെ താരൻ, ചൊറിച്ചിൽ, അങ്ങനെ മുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നല്ല ഉറക്കം കിട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു എണ്ണ കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അന്നേരം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ്. നമ്മൾ ഉലുവ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അതിന് ദാണ്ട് ഈ രീതിയിൽ കരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പല രീതിയിൽ കരിയെടുക്കുന്നത് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അന്നേരം ഇതിനെ നമ്മൾ നേരെ ഒരു ബോക്സിലോട്ട് മാറ്റുകയാണ്. പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഈ ഒരു കരി എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ അനാർക്കലിയുടെ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും ഒരു ഓയിൽ രീതിയിലോട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ അരമണിക്കൂർ മുന്നേ ഇതിൽ നിന്ന് ലേശം കരിയെടുക്കുക, അനാർക്കലിൻ്റെ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ഇനി നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് തയ്യാറാക്കുന്നെങ്കിൽ അതിനും നമ്മൾ പല രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് അലോവേറ ജെല്ലോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കും. അലോവേറ ജെല്ലും ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ആവണക്കടയുടെ എണ്ണയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മളിത് പുറത്തിറങ്ങിയാൽ മതി. അന്നേരം പലരും ചോദിക്കുന്നൊരു കാര്യമാണ് അനാർക്കലി ഹെയർ ഓയിൽ പെട്ടെന്ന് മുടി കറക്കാൻ സാധിക്കുമോ എന്നുള്ളത്. നമ്മൾ ഇതിനകത്ത് നീലാംബരി, മൈലാഞ്ചി അങ്ങനെ ഒരുപാട് ചേരുവകൾ അഞ്ജനക്കല്ലൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന എല്ലാ ചേരുവയും മുടി കറുപ്പിക്കാൻ ഉപകരിക്കുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ നരയെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ മുടിയിൽ നമ്മളിപ്പോൾ ഒരു എണ്ണ തേക്കുമ്പോൾ അത് ഏത് രീതിയിൽ അതിൻ്റെ റിസൾട്ട് ചിലർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കിട്ടും, ചിലർക്ക് അത് സ്ലോ ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ മിക്ക ആൾക്കാരോടും പറയാറുള്ളത്. അല്ലാതെ നിങ്ങൾ ഇന്ന് തേച്ചാൽ നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും ഈ ഒരു ഓയിലിനെ കുറിച്ച് പറയണില്ല കേട്ടോ. നമ്മളിതിലേക്ക് ഗ്ലിസറിനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ജസ്റ്റ് പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയി എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ തയ്യാറാക്കുന്നത്. അന്നേരം ഈ ഒരു ഓയിൽ പലരും ചോദിച്ചതിനുള്ള ഉത്തരമാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അന്നേരം മുടി വളരാൻ ഏറ്റവും നല്ലതാണ്. കൊഴിഞ്ഞുപോയ മുടിയേക്ക് പകരമായിട്ട് നമുക്കതിൻ്റെ ഇരട്ടി മുടി വളരും. നല്ല ഉറക്കം കിട്ടാൻ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു എണ്ണ നമ്മുടെ തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട്. അന്നേരം ഒരുപാട് പേര് വാങ്ങിച്ചവർ മറ്റുള്ളവരിലോട്ട് പറയുകയും അങ്ങനെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരികയും ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷം. നമ്മളൊരു ചെറിയൊരു കാര്യം നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ നമ്മൾക്ക് കമൻറ്റിലൂടെ പറയുകയും അന്നേരം ഓരോ വീഡിയോയുടെ അടിയിലും വരുന്നൊരു കമൻറ്റുകളാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നുണ്ട്, ഇതിൻ്റെ ഓയിലോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് നമുക്ക് പിന്നെ ഓയിൽ പാക്കായിട്ടോ അല്ലെങ്കിൽ ഡൈ ആയിട്ടോ എന്നൊക്കെ ഉള്ള രീതിയിലോട്ട് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഓയിൽ പരിചയപ്പെടുത്തി, ഇനി നമുക്ക് കറക്റ്റായിട്ട് നല്ല കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്, നമുക്ക് നിങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഡൈയുടെ പൗഡർ രീതിയിലോട്ടും എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ അങ്ങിങ്ങായിട്ട് ഇപ്പം നെറ്റി ഭാഗത്ത് മുടിയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അന്നേരം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒഴിച്ചേക്കുന്നത് അനാർക്കലി ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഉലുവ കത്തിച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഇഷ്ടമുള്ള വെളിച്ചെണ്ണയാവാം, നമ്മുടെ തലയിൽ തേക്കുന്ന ഏതെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് യാതൊരുവിധമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.